ഹലോ, അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ട്. ഞാൻ എപ്പോഴും നെഗറ്റീവ് റിവ്യൂസ് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ ഒപ്പീനിയൻ മാത്രം. പടത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഒരു അപരാധം മൂവി എന്ന് പറയാൻ പറ്റത്തില്ല, കാട്ടപരാധം എന്ന് പറയണം. സിമ്പിൾ ആൻഡ് പ്രെഡിക്റ്റബിൾ സ്ക്രിപ്റ്റ് ആയിരുന്നു ഒന്ന്. പിന്നെ ദിലീപ് കഷ്ടപ്പെട്ട് അഭിനയിക്കാൻ നോക്കുവാണ്. നമ്മുടെ 2020 കണ്ട ആ ദിലീപ് ഉണ്ടല്ലോ, അതാണ് ഇതിനകത്തും. പക്ഷേ ഇതിനകത്തൊരു ഫാമിലി മാനായിട്ട് കാണിക്കാൻ നോക്കുവാണ്. ബട്ട് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സിനിമ. എനിക്ക് ഈ പടം വർക്കൗട്ട് ആവാത്തതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, സ്റ്റോറി, നറേഷൻ സ്റ്റൈല്. ചില സീൻസ് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, എസ്പെഷ്യലി ജോണി ആന്റണിയും ഇവനോടുള്ള സീന്, അതും ലാസ്റ്റ് ക്ലൈമാക്സോട് വരുന്ന ഒരു സീനുണ്ട്. ജോണി ആന്റണി കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പറയുന്ന ഡയലോഗുകളാണ്. ജോണി ഏട്ടൻ ദിലീപ് ഏട്ടൻ സംസാരിക്കുന്ന കൺവെർസേഷനിൽ എനിക്ക് മനസ്സിലായത് ദിലീപ് ഏട്ടന്റെ ക്യാരക്ടർ ഡീസെന്റ് ആക്കാനാണ് ട്രൈ ചെയ്യുന്നത് ഈ സിനിമയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പടത്തിന്റെ കൂടെ ഞാൻ സ്പോയിലർ ചെയ്യാൻ തരുന്നില്ല, പക്ഷേ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. പടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഫീമെയിൽ വ്ളോഗേഴ്സ് അവരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ ജീവിതവും അവർ ഈ 2 മില്യൺ 3 മില്യൺ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഭർത്താക്കന്മാരുടെ ജീവിതം എങ്ങനെ ആവും എന്നുള്ള കാണിച്ചേക്കുന്ന ഷോർട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതല്ലാതെ പടത്തിനകത്തൊരു തേങ്ങയില്ല. ഞാൻ ലോജിക്കായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഈ അച്ചായന്മാരുടെ വീട്ടിൽ മൂത്ത ആമ്മക്കൾ ഇരിക്കുമ്പോൾ 2 ആമ്മക്കളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളുമായി. പക്ഷെ ഇവൻ ഇതുവരെ കല്യാണമായിട്ടില്ല. എന്താണ് അതിനകത്തുള്ള സ്റ്റോറി ലൈൻ എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇമോഷണലി കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇമോഷണലി നമുക്ക് ഒട്ടും കണക്ട് ആവുന്നില്ല. മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് കാണിച്ചേക്കുന്നത്. അവനൊന്നും വലിയ റോളേ ഇല്ല. വെറുതെ 1-2 കോമഡിയാന്ന് പറഞ്ഞിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വർക്കൗട്ട് ആവുന്നില്ല. അതേപോലെ തന്നെ ദിലീപ് തന്നെ കുറേ വിറ്റടിക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ദിലീപേട്ട, ആ CID മൂസ് ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പം ചിരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമഡി വേണം, സിറ്റുവേഷണൽ കോമഡി. എന്നാലും ഞങ്ങളൊക്കെ ചിരിക്കൂ. ഉർവശി ചേച്ചിക്ക് ഒരു 5 മിനിറ്റത്തെ സീനേ ഉള്ളെങ്കിലും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. മഞ്ജു പിള്ളയ്ക്ക് അറിയാമല്ലോ, അടിപൊളി ആക്ടിംഗ് ആണ്. മഞ്ജു പിള്ളയുടെ റോളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിന്റെ ക്യാരക്ടറും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറല്ല. ബിന്ദു പണിക്കർ അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. അവരും നല്ല രീതിയിലൊരു പുതിയ കാലത്തിലുള്ള ഒരു അമ്മായിമായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. എടുത്തു പറയണം, ആക്ട്രസ് വാസ് ലുക്കിംഗ് ഹോട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. പക്ഷേ കുറേ ക്രിഞ്ചും കുറേ ഓവർ ആക്ടിംഗ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഡയറക്ടർ പറയുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഷീ ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഇൻ മലയാളം ഇൻഡസ്ട്രി. പടം ഒരു ഓവറോൾ ബിലോ ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇനി ബബ്ബ വരുന്നുണ്ടല്ലോ നമ്മുടെ ദിലീപേട്ടൻ്റെ. ബബ്ബ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ആ പടം കുറച്ച് നല്ല രീതിയിലായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു നല്ലൊരു ഫാമിലി എൻ്റർടൈൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫാമിലി വാല്യൂസിനെ കുറിച്ചൊന്നും കിട്ടുന്നില്ല. ഈ കാലത്തുള്ള വ്ളോഗേഴ്സിൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ബാക്കിയെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ എഴുത്തിലാണ് പ്രശ്നം. സ്ക്രിപ്റ്റും ആ നറേഷനും നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ നന്നായേനെ. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ബിക്കോസ് എനിക്ക് വർക്കൗട്ട് ആയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആയെന്ന് വരാം. എഴുതിയത് ഷാരിസ് മുഹമ്മദ് ആണ്, പക്ഷെ പൂർ റൈറ്റിംഗ് മാൻ. ഇതേ ആൾ തന്നെയാണ് ജനഗണമന എഴുതിയത്. ജനഗണമന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, മലയാളി ഫ്രം ഇന്ത്യ എഴുതിയത് ഇയാൾ തന്നെയാണ്. വിൻഡോ സ്റ്റീഫൻ ആണ് ഡയറക്ഷനും അത്യാവശ്യം തിരക്കേടില്ല. എൻഡ് ഓഫ് ദ ഡേ സ്ക്രിപ്റ്റ് എന്താണോ, സ്റ്റോറി എന്താണോ, അതനുസരിച്ചായിരിക്കുമല്ലോ ഡയറക്ടറിന് ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവുന്നത്. ബട്ട് സ്റ്റോറി ഷുഡ് ഹാവ് ബീൻ സ്ട്രോങ്. സനൽദേവിന്റെ മ്യൂസിക് ആണ്. ചില നല്ല ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഇമോഷണൽ സീൻസ് നമുക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല. പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. ഈ പടത്തിന് 5-1 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പടത്തിന് റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.